ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഓണപ്പരിപാടിയാണ് ഗായ്സ്. കണ്ടാൽ തന്നെ അറിയില്ല ഇന്ന് ഓണപ്പരിപാടിയാണ്. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം. പക്ഷേ എന്തൊക്കെ കളിച്ചിട്ടും ഒരു മെന വരുന്നില്ല. അങ്ങനെ അതെൻ്റെ മാത്രം കുഴപ്പമില്ല ഗായ്സ്. രാജാ ഗേറ്റിൻ്റെ മുന്നിൽ നിന്ന് നമ്മളുടെ ഒരു എൻട്രി ഉണ്ട്, സെക്കൻഡ് AC, തേർഡ് AC സ്പോർട്സിൻ്റെ ഒക്കെ. അപ്പോൾ അതിൻ്റെതായ തിരക്കിലാണ് എല്ലാവരും. അതായത് നമ്മൾ സെക്കൻഡ് AC ആണല്ലോ, അപ്പം അതിൻ്റെ ഒരു ഇതിൽ നമ്മൾ നിൽക്കണമല്ലോ. അങ്ങനെ എല്ലാവരെയും എൻട്രി ഒക്കെ കാണുന്നുണ്ട്. സെക്കൻഡ് ACൻ്റെ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ സെക്കൻഡ് ACക്കാർ വരികയാണ്. പിന്നെ വേണമെങ്കിൽ കാണാം ഗൈസ്. ഇപ്പോൾ സൂം ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നെ കാണുകയാണെങ്കിൽ കമൻറ്റ് ഇടണം ഗൈസ്. അങ്ങനെ ഞങ്ങളെല്ലാവരും വിവിധ തരത്തിലുള്ള എൻട്രിയോടും കൂടി എൻട്രി ചെയ്ത് കഴിഞ്ഞു ഗൈസ്. പിന്നെ ശശിയാണ് എൻ്റെ കൂടെ ഉണ്ടായിനി. അപ്പം ബാക്കിയുള്ളവരൊക്കെ എൻ്റെ ക്യാമറയിൽ പെടുന്നു. ഇന്ന് ഇവള് ആവശ്യമില്ലാണ്ട് പെട്ട്. പിന്നെ തേർഡ് AC പുഞ്ചിരിവാള വന്ന് ഫറൂഖ് കോളേജ് കിട്ടുന്ന വിധത്തിലുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് ഗൈസ്. പിന്നെ സെക്കൻഡ് AC എടുത്തേക്കണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫോട്ടോഷൂട്ടിന് പോയി. അത് കഴിഞ്ഞിട്ട് സദ്യക്ക് നേരെ ഇരുന്നു ഗൈസ്. ഫസ്റ്റ് DCക്കാർ കുറവായതുകൊണ്ട് സെക്കൻഡ് DCക്കും ഇരിക്കുകയെന്ന് പറഞ്ഞു. പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇരിക്കണമല്ലോ, അല്ലാണ്ട് വിശന്നിട്ടില്ല. അങ്ങനെ അപ്പോഴേക്കും നമ്മളുടെ പുളി വന്നു, അവിയൽ വന്നു. അടുത്തതായി ശാലിമ്പ എന്താ വിളമ്പിയത്, ഓലനാണ് വിളമ്പിയത്. അങ്ങനെ എല്ലാവർക്കും നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് തന്നിട്ടാണ് ഞങ്ങൾ വിളമ്പണത്. അതുപോലെ തിന്നുന്നവർക്കും ഡാൻസ് കളിച്ച് തിന്നാം. അങ്ങനത്തെ ഒക്കെ ഓരോരോ എൻ്റർടൈൻമെൻറ്റ് അതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ പരിപാടിയായിട്ട് കഴിച്ചിട്ടില്ല. സ്കില്ലിൻ്റെ പരിപാടിനെ നമുക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓണത്തിന് പൊതുവേ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ സദ്യയാണ് ഉണ്ടാവാറ്. അങ്ങനെ ആ സദ്യയിൽ നമ്മളൊരു ഭാഗമായി ഗൈസ്. അങ്ങനെ എല്ലാവരും ഇത് വിളമ്പണ തിരക്കിലാണ്. പിന്നെ എല്ലാവരും ഡാൻസ് കളിക്കുന്ന തിരക്കിലാണ്. പിന്നെ പച്ചടി വന്ന്, പച്ചടി എനിക്ക് ഇഷ്ടമല്ല, എന്നാലും ഞാൻ വിളമ്പിക്കോട്ടെ കാണാലോ എന്നുള്ളതിൽ. അതിൻ്റെ ഉള്ളിൽ കൂടെ അവിടെ സാമ്പാർ പാരുന്ന കണ്ടങ്ങൾ. പിന്നെന്താ അടുത്തത് വരുന്നത് എന്ന് കണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതിങ്ങനെ റൗണ്ടിൽ നിൽക്കണതിനുണ്ട് ആൾക്കാരിങ്ങനെ ചുറ്റി വരണ്ടേ. അതിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ ഡാൻസൊക്കെ കളിക്കുകയാണ് ഭയങ്കരമായിട്ട്. പിന്നെ ഉപ്പേരിയാണ് വിളമ്പണത്. ഉപ്പേരി ഞാൻ പറഞ്ഞു കുറച്ച് മതി എന്നുള്ളൊരു രംഗമാണ്. അതിനോണ്ടാണ് ഇത് ചോറ് വിളമ്പണതിൻ്റെ കോരിയാണ് അങ്ങേപ്പുറം. നിങ്ങൾ കണ്ടുക്കണോ എന്നിട്ട് എങ്ങനെ ഒരു കോരി. അതാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ലോജിക്കലി ഞങ്ങളങ്ങനെ ചിന്തിച്ചും കണ്ട് പരിഹാരം ഉണ്ടാക്കും. കോരിയില്ലെങ്കിൽ എന്താ, നമ്മൾ കോരിയാക്കും. അങ്ങനെ ചോറ് കുറച്ച് മതി എന്ന് പറയണമല്ലോ, വീഡിയോ എടുത്ത് നിന്നാൽ പോരല്ലോ. അതിൻ്റെ ഉള്ളിൽ കൂടെ അജയ് സാമ്പാറൊക്കെ വിളമ്പുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ അച്ചാർ വിളമ്പിക്കണ്, അത് ഞാൻ മറന്നു. പിന്നെ പപ്പടം സ്ഥിരം ഡയലോഗ്, പൊടിച്ചിട്ടല്ല തിന്നുന്നത്, അതുകൊണ്ട് പൊടിച്ച പപ്പടം. അത് ശരിയാണ്, നമ്മൾ ഡിസ്ക് പോലെ അങ്ങോട്ട് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പൊടിച്ച പപ്പടം. എന്നിട്ട് എന്നോടറിയാം പൊടിയാത്ത പപ്പടം ഇല്ല. ഞാൻ ആ ഏട്ടനൊന്നും നോക്കിയിട്ടുണ്ടില്ല. എന്നിട്ട് എന്നോടറിയാം പൊടിഞ്ഞ പപ്പടം ഇല്ല. അതിനുള്ള കൂടെ അജയ് സാമ്പാർ വിളമ്പി ഗൈസ്. അപ്പം നമ്മൾ ഇനി തുടങ്ങല്ലേ. രസം ഉണ്ടായിട്ടോ, രസത്തിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പക്ഷേ ഇത് നല്ല രസം ഉണ്ടായിനി. സാമ്പാറും ചോറും കറിയും അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് നല്ല രസത്തിലതിന് തിന്നത്. പിന്നെ അടപ്പായസേനും. പിന്നെ ബിലാൽ പിന്നെ മോട്ടറാക്കി കണ്ട് വീഡിയോ എടുക്കുന്ന പറഞ്ഞാണ്ട് മോട്ടറാക്കിയാണ്. അപ്പം ഞാൻ വീഡിയോ എടുത്താണ്. പിന്നെ അജയും പറഞ്ഞു എന്താ വീഡിയോ എടുക്കല്ലേ, വീഡിയോ ഇടണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ മോട്ടറാക്കി കണ്ട് വീഡിയോ എടുപ്പിക്കുന്നു വയ്ക്കുക. എന്നിട്ട് പറയാം ഇനി ഇതൊന്നും ഇടായിരുന്നേ. ഞാനിപ്പോൾ അതിനുള്ള വീഡിയോ എടുത്തേ. അങ്ങനെ ഇത് ഫോട്ടോ എടുക്കാൻ ഭാരതയാണ് കാണുന്നത്. ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന ആൾക്കാരാണ്. എന്നിട്ടാണ് ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ പോണത്. അങ്ങനെ എല്ലാവരും വെച്ചിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തിക്കണം ഗൈസ്. അപ്പോൾ ഇനി കുറച്ച് എൻ്റെ ഫോട്ടോസ് കാണാം.